ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് പിതാവായിട്ട് കാണാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു പിതാവിനോടുള്ള ബന്ധം എങ്ങനെയാണോ നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്വർഗസ്നായ പിതാവ്, അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നോക്കി, ആ പ്രാർത്ഥനയുടെ തുടക്കം റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമ്മളെ തന്നെ ഓർപ്പിക്കുക. അപ്പോൾ ദൈവം എവിടെയോ ഇരിക്കുന്ന ഒരു എന്താ പറഞ്ഞേ ദഹിപ്പിക്കുന്ന അഗ്നിയോ ഒരു ശക്തിയോ എപ്പോഴേലും പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും, അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടും. ആ കൺസിഡറേഷൻ, ആ ഒരു ചിന്ത, ആ ഒരു കോൺസെപ്റ്റ് മാറണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വിശ്വാസ ജീവിതം നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെല്ലാം റൂൾസാണ്, ചട്ടങ്ങളും പ്രമാണങ്ങളും. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മളോർക്കട ഇതും മുഴുവൻ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണല്ലോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇംഗ്ലീഷൊക്കെ വായിക്കും പറയാം, ഇഫ് യു ഡു ലൈക്ക് ദിസ്, ഇഫ് യു ഗോ ലൈക്ക് ദിസ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ്, റൂൾസ് അല്ല, ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഒരു ഹയർ ലൈഫിനുള്ള പ്രിൻസിപ്പിൾസ്. നമ്മൾ പുതിയ നിയമത്തെ അങ്ങനെ വേണം കാണാൻ കേട്ടോ. പരിശുദ്ധാത്മാവിൽ കൂടെ പിതാവായ ദൈവം നമുക്ക് ഒരു പുതിയ ജീവിതത്തിന്, അല്ലെങ്കിൽ ഒരു ഹയർ ലൈഫ്, ഒരു ഉന്നതമായ ഒരു ജീവിതത്തിന് വേണ്ടുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, അങ്ങനെ വേണം പുതിയ നിയമത്തിനെ കാണാൻ. പഴയ നിയമത്തിൽ നമുക്കറിയാം മുഴുവൻ ചട്ടങ്ങളും പ്രമാണങ്ങളും. തെറ്റിച്ചാൽ നീ ശിക്ഷ മേടിക്കും, അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കിന് അല്ല, ഇങ്ങനെ ആയിരിക്കണം ഒരു ദൈവത്തെ. നമ്മുടെ ലോകത്ത് നമുക്കറിയാം, അപ്പനും അമ്മയൊക്കെ മക്കളെ ചെറുപ്പം പോലെ വളർത്തിക്കൊണ്ടുവരും അല്ലേ. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിലൊക്കെ തിരിച്ചറിയായ സമയത്ത് തന്നെ അമ്മ ഞങ്ങളെ ടീച്ച് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തിട്ടുള്ള രണ്ടൊന്ന് കാര്യങ്ങൾ. അന്ന് എഴുന്നേറ്റാവണേ നമ്മുടെ ബെഡ് എല്ലാം കറക്റ്റായിട്ടുള്ള ഷീറ്റെല്ലാം വെച്ച്, അതിൻ്റെ നമ്മുടെ ബ്ലാങ്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മടക്കി, അല്ലെങ്കിൽ പുതപ്പെല്ലാം മടക്കി വെച്ച്, അതിനുശേഷം നേരെ പല്ലൊക്കെ ബ്രഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷമേ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തുടങ്ങുന്നത്. ഇന്നും അങ്ങനെ തന്നെ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ നമുക്ക് ചെറുപ്പത്തിലെ ഒരു നമ്മളെ ശിക്ഷിക്കുകയാണ്. എഴുന്നേറ്റാവണെ മെത്ത വരിക്കണമെന്ന് പറയുന്നത് ഒരു ശിക്ഷയാണ്. അതിന് നമുക്ക് അങ്ങനെ വേണേൽ കാണാം. കാരണം അതൊക്കെ ചെയ്യാൻ മടിയുള്ള, താല്പര്യമില്ലാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്കതൊക്കെ അങ്ങനെ കാണാം. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പലയിടത്തും നമുക്ക് ചിലപ്പോൾ കാണാം, എഴുന്നേറ്റാൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒന്നും ഒരു വൃത്തിയില്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ട് ഉള്ള ക്ലോത്ത്സ് എല്ലാം കൂടെ കൊണ്ട് ബെഡിലിട്ട്. അതൊന്നുമല്ല, നമുക്ക് ചെറുപ്പം പോലെ കുഞ്ഞുങ്ങളെ നല്ല ശീലങ്ങൾ കൊടുത്ത് വളർത്തണം. അപ്പോൾ ആത്മീയമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതും പുതിയ നിയമം തന്നിരിക്കുന്നതും അത് മുഴുവൻ നമ്മുടെ ഹയർ ലൈഫ്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ. ഞാനിപ്പോൾ അത്യുന്നതൻ്റെ മകനാണ്, അതുകൊണ്ടാണല്ലോ സ്വർഗസ്നായ പിതാവെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഴയ രീതിയിൽ പോയാലോ, ഈ കർത്താവിൽ വന്നിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചറിയാം, ആദ്യമേ ഒരു ഗ്രോത്ത്, കുറേ നാളത്തേക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതിനുശേഷം അങ്ങ് സ്റ്റാഗ്നൻ്റ് ആവും. ഇങ്ങനെ അങ്ങ് മറ്റു പലരോട് ശ്രദ്ധ മാറി, ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ പോയി. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പിന്മാറ്റത്തിൽ പോയെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ മുമ്പോട്ടൊരു സ്പിരിച്വൽ ഗ്രോത്തിൽ അപ്പോൾ പലപ്പോഴും അങ്ങ് അലക്ഷ്യമാണ്. അതിനകത്ത് അവിശ്വാസം കൂടെ കയറി വരുന്നത് അവരറിയുന്നില്ല. അപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ ചെയ്യണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവർ പറയുന്നൊരു എക്സ്ക്യൂസാണ്, കർത്താവിന് എന്നെ അറിയാം, കർത്താവിന് എന്നെ നന്നായിട്ട് അറിയാം, എൻ്റെ ഹൃദയം അറിയാം, കർത്താവിനറിയാം. അത് തന്നെ പ്രശ്നം. ഞാൻ തിരിച്ചൊരു ചോദ്യം, രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യം, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പൊസിഷനാണ്. പക്ഷെ നമ്മുടെ മോളിൽ അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഒരു ടാർഗറ്റ് ഏൽപ്പിച്ചു, ഈ വർഷം ഇത്ര കാര്യം, അല്ലെങ്കിൽ ഈ മാസം ഇത്ര കാര്യങ്ങൾ, ഇത്ര ബിസിനസ് അച്ചീവ് ചെയ്യണം. നമ്മൾ അതൊന്നും ചെയ്യാതെ ഉഴപ്പി അലസമാക്കി നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വേറെ പലതായിരുന്നു, വീട്ടിലെ കാര്യങ്ങളായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് മാസാവസാനം ആകുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പം നമ്മുടെ കൊളീഗ്സിനോട് പറയുമോ, ഓ ഞാൻ ചെയ്തു, ഓ പക്ഷെ ബോസിനറിയാം, എന്നെ ബോസിനറിയാം, അങ്ങനെ ആരെങ്കിലും പറയും. എന്ത് പറയാത്തെന്താ? വിവരം അറിയും എന്ന് പറഞ്ഞാൽ ബോസിൻ്റെ അടുത്ത് ബോസിന് എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ശരിയാ എനിക്കറിയാം, ഇനി വീട്ടിൽ നോളാൻ പോകും. അപ്പോൾ ആ ഒരു പേടിയിൽ എന്നിട്ട് നമ്മുടെ പ്രൊഫഷനെ അത് ബാധിക്കും നമുക്ക്, അല്ലെങ്കിൽ പല നമ്മുടെ മുമ്പോട്ടുള്ള പ്രൊമോഷനെയും പല കാര്യങ്ങളെയും അത് അഫക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യും. എന്തുകൊണ്ടാണ്? നമുക്ക് അടുത്ത സ്ഥാനത്തേക്ക് പോകണം, പ്രൊമോഷൻ വേണം, നമ്മുടെ സാലറി ഹൈക്ക് ചെയ്യണം, നമുക്ക് നല്ല ഒരു പേര് മീറ്റിംഗ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ അപ്രീസിയേഷൻ കേൾക്കണം. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. എന്തിനാ? ഈ കമ്പനിയുടെ ആ ഗുഡ് ബുക്കിൽ കയറാനായിട്ട്. നമ്മുടെ സീനിയേഴ്സിൻ്റെ അല്ലെങ്കിൽ അതോറിറ്റീസിൻ്റെ അപ്രീസിയേഷൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇത് നോക്കാം, മീറ്റിംഗ് മിടുക്കനാണ്, ഇത്രയും അച്ചീവ് ചെയ്യും. അപ്പോൾ എല്ലാവരും കൈയടിക്കും, ഭയങ്കര. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യും. അതേസമയം നമ്മുടെ സ്പിരിച്വൽ ലൈഫിലോ കർത്താവ് നമ്മളൊരു കാര്യം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കർത്താവ് നമ്മളൊരു കാര്യം പറയടാ ഇന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ വരണം, ഇത് പോരാ, ഞാനതൊന്നും ട്രൈ ചെയ്യാതെ ഞാൻ പറയുക കർത്താവിന് എന്നെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് സന്തോഷിക്കുമോ? പറ. അതോ കർത്താവിന് സങ്കടം വരുമോ? കർത്താവ് എന്തായിരിക്കും നമ്മളെക്കുറിച്ച് അന്നേരം അസസ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാൽ കർത്താവിൻ്റെ അക്സെപ്റ്റൻസും കർത്താവിൻ്റെ അപ്രൂവലും രണ്ടും രണ്ടാണ്. കർത്താവിന് എന്നെ അറിയാമെന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ എക്സെപ്റ്റഡാണ്, മക്കളായി. പക്ഷേ കർത്താവിനൊരു കാര്യം ഏൽപ്പിക്കാനുള്ള വിശ്വസതയില്ല, അല്ലെങ്കിൽ അതിനുള്ള അപ്രൂവലില്ല. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ ശരി, അവൻ എൻ്റെ പൈതല്ല, പക്ഷെ ഇപ്പോഴും ശിശുവാണ്, അവനൊരു കാര്യം നമുക്ക് ഏൽപ്പിക്കാനുള്ള പക്വത അവനില്ല, ഏൽപ്പിച്ചാൽ അവൻ ചെയ്യത്തില്ല എന്ന് കർത്താവ് പറയുന്നതാണോ? അതോ നോക്ക് നല്ലൊരു വിശ്വസം, അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവനത് അതുപോലെ ചെയ്യും. അപ്പം നമുക്ക് ആ അപ്രീസിയേഷൻ ഇമ്പോർട്ടൻറ്റ്. ലോകത്തിൻ്റെ ആണോ കർത്താവിൻ്റെ ആണോ? ജഡ്ജ് അവേഴ്സ്, കർത്താവിൻ്റെ.